ദ സ്റ്റോറി ഓഫ് ദ സോയിൽ, മണ്ണിൻ്റെ കഥ. അവിടെ മണ്ണ് എന്താ പറയണമെന്ന് നോക്കൂ. ഫ്രണ്ട്സ്, യു നോ മീ, ഐ ആം ദ സോയിൽ, ഐ ആം ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ്. കൂട്ടുകാരെ, നിങ്ങൾക്ക് എന്നെ അറിയാം, ഞാൻ മണ്ണാണ്, ഞാൻ വിവിധ തരത്തിലുണ്ട്. മൈ നേച്ചർ ഈസ് ഡിഫറെൻറ്റ് ഇൻ ഡിഫറെൻറ്റ് പ്ലേസസ്. എൻ്റെ നേച്ചർ ഓരോ സ്ഥലങ്ങളിലും വ്യത്യസ്ത രീതിയിലാണ്. ദർ ആർ ലാക്സ് ഓഫ് മൈക്രോ ഓർഗാനിസംസ് ആൻഡ് മെനി അതർ കോമ്പൗണ്ട്സ് ഇൻ മീ. എന്നിൽ ലക്ഷക്കണക്കിന് സൂക്ഷ്മജീവികളും വിവിധ ഘടകങ്ങളുമുണ്ട്. I became this through thousands of years of continuous biological and non-biological process. ഞാൻ ഈ രൂപത്തിലായത് കൊല്ലക്കണക്കിന് വർഷങ്ങളോളമുള്ള ജീവശാസ്ത്രപരവുമായ അതുപോലെ തന്നെ ജീവശാസ്ത്രപരവുമല്ലാത്ത തുടർച്ചയായ മാറ്റങ്ങൾ കൊണ്ടാണ്. നോക്കൂ എന്താണ് പറഞ്ഞിരിക്കുന്നത്. യു ഹാവ് റീഡ് ദ ബിഗിനിങ് ഓഫ് ദ സ്റ്റോറി ഓഫ് ദ സോയിൽ. ഫൈൻഡ് ഔട്ട് മോർ ഇൻഫർമേഷൻ അബൌട്ട് ദ പ്രോസസ് ത്രൂ വിച്ച് ദ സോയിൽ ഈസ് ഫോംഡ്. അതായത് നിങ്ങൾ ഈ മണ്ണിൻ്റെ കഥയുടെ തുടക്കം നിങ്ങൾ വായിച്ചല്ലോ. നിങ്ങൾ മണ്ണുണ്ടായതുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ കണ്ടെത്താൻ പറഞ്ഞിരിക്കുകയാണ്. ഡിസ്കസ് വിത്ത് യുവർ ഫ്രണ്ട്സ്, കംപ്ലീറ്റ് ദ സ്റ്റോറി ഓഫ് ദ സോയിൽ ആൻഡ് റൈറ്റ് ഇറ്റ് ഇൻ യുവർ എൻവയോൺമെൻറ്റൽ സയൻസ് ഡയറി. നിങ്ങൾ അത് കണ്ടെത്തലുകൾ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഡിസ്കസ് ചെയ്യുക. എന്നിട്ട് സ്റ്റോറി ഓഫ് ദ സോയിൽ കംപ്ലീറ്റ് ചെയ്യുക. അത് നിങ്ങളുടെ എൻവയോൺമെൻറ്റൽ സയൻസ് ഡയറിയിൽ എഴുതാൻ പറഞ്ഞിരിക്കുകയാണ്. സോയിൽ എങ്ങനെ ഉണ്ടായെന്ന് നിങ്ങൾക്കറിയോ? സോയിൽ ഫോംസ് ഫ്രം ബ്രോക്കൺ ഡൗൺ റോക്സ്. അതായത് പൊട്ടിപ്പൊടിഞ്ഞ പാറകളിൽ നിന്നാണ് ഈ സോയിൽ ഫോം ചെയ്യുന്നത്. അത് പെട്ടെന്നൊന്നും ഫോം ആവില്ല. ഇറ്റ് വിൽ ടേക്ക് ഓവർ തൗസൻഡ്സ് ഓഫ് ഇയേഴ്സ്. കുറേ കൊല്ലക്കണക്കിന് വർഷങ്ങൾ എടുത്തുകൊണ്ടാണ് ഈ സോയിലായിട്ട് മാറുന്നത്. ഓക്കെ, സോയിൽ ഫോംസ് ഓവർ തൗസൻഡ്സ് ഓഫ് ഇയേഴ്സ് ഫ്രം ബ്രോക്കൺ ഡൗൺ റോക്സ്. ഈ പാറകൾ പൊട്ടിപ്പൊടിയാനുള്ള റീസൺ നിങ്ങൾക്കറിയോ? ഇറ്റ്സ് മെയിൻലി ബിക്കോസ് ഓഫ് ചേഞ്ചസ് ഇൻ വെദർ, ഹീറ്റ്, കോൾഡ്, സ്റ്റോംസ് ആൻഡ് ബിക്കോസ് ഓഫ് മെനി അതർ ഫാക്ടേഴ്സ്. അതായത് കാലാവസ്ഥയിലുള്ള മാറ്റം, ചൂട്, തണുപ്പ്, കൊടുങ്കാറ്റുകൾ, വേറെ കുറേ കാരണങ്ങൾ കൊണ്ടാണ് ഈ റോക്സ് എല്ലാം പൊട്ടിപ്പൊഴിയുന്നത്. ദെൻ ഇറ്റ് ഇവൻച്വലി ഫോംസ് ഇൻ ടു സോയിൽ ഓവർ തൗസൻഡ്സ് ഓഫ് ഇയേഴ്സ്. വിതിൻ ദ സോയിൽ, മണ്ണിൻ്റെ ഉള്ളിൽ. വിച്ച് ആർ ദ ക്രീച്ചേഴ്സ് ദാറ്റ് ലിവ് വിതിൻ ദ സോയിൽ? ട്രൈ ടു റൈറ്റ് ഇറ്റ്. അതായത് ഏതൊക്കെ ക്രീച്ചേഴ്സാണ് മണ്ണിൽ ജീവിക്കുന്നത് അതൊന്ന് എഴുതി നോക്കാൻ പറഞ്ഞിരിക്കുകയാണ്. നമ്മളിത് ടു ദി വേൾഡ് ഓഫ് അനിമൽസ് പഠിക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ, മണ്ണിൽ ജീവിക്കുന്ന ജീവികൾ ഏതൊക്കെയാണ്? ദ ക്രീച്ചേഴ്സ് ദാറ്റ് ലിവ് വിതിൻ ദ സോയിൽ ആർ ആൻസ്, ടെർമൈറ്റ്സ്, വോംസ്, സെൻറ്റിപ്പിഡ്, മില്ലിപ്പിഡ്, എർത്ത് വോംസ്. ഇതൊക്കെയാണ് മണ്ണിൽ ജീവിക്കുന്ന ക്രീച്ചേഴ്സ്. ദെൻ എന്താ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്? ഒബ്സർവ് ദ സോയിൽ ഇൻ യുവർ സ്കൂൾ സറൗണ്ടിങ്സ് യൂസിങ് എ ഹാൻഡ് ലെൻസ്. വിച്ച് ക്രീച്ചേഴ്സ് വർ യു ഏബിൾ ടു ഫൈൻഡ് എന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങളുടെ സ്കൂളിൽ ചുറ്റുമുള്ള മണ്ണ് നിരീക്ഷിച്ചിട്ട് ഹാൻഡ് ലെൻസ് വെച്ചിട്ട് നിരീക്ഷിക്കുക. എന്നിട്ട് ഏതൊക്കെ ക്രീച്ചേഴ്സിനെയാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ട്. ബൈ യൂസിങ് എ ഹാൻഡ് ലെൻസ് വി ക്യാൻ സീ സ്മോൾ ഓർഗാനിസംസ് ഇൻ ദ സോയിൽ. മണ്ണിലെ ചെറിയ ചെറിയ ജീവികളെ നമുക്ക് കാണാൻ കഴിയും. Then where do they get the food, water and the air that they need? അവർക്ക് വേണ്ട ആവശ്യമുള്ള ഫുഡും അതുപോലെ തന്നെ വെള്ളവും വായുവും ഒക്കെ അവർക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത് എന്ന് ചോദിച്ചിരിക്കുകയാണ് ഈ മണ്ണിൽ ജീവിക്കുന്ന ക്രീച്ചേഴ്സിന്. ലെറ്റ് us do some experiments to find these out. ഇത് കണ്ടെത്താൻ വേണ്ടിയിട്ട് കുറച്ച് എക്സ്പെരിമെൻറ്റ്സ് നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. ഫസ്റ്റ് കണ്ടെത്തുന്നത് എന്താണ്? എയർ ഇൻ ദ സോയിൽ. മണ്ണിൽ വായു ഉണ്ടോ എന്ന് കണ്ടെത്താനുള്ളൊരു എക്സ്പെരിമെൻ്റ് ആണ്. ഈസ് ദർ എയർ ഇൻ ദ സോയിൽ? മണ്ണിൽ വായു ഉണ്ടോ? ഹൗ ക്യാൻ വി ഫൈൻഡ് ഔട്ട്? നമുക്ക് എങ്ങനെയാണ് കണ്ടെത്താൻ കഴിയുക? ഇതവിടെ ഒരു എക്സ്പെരിമെൻറ്റ് പറഞ്ഞിട്ടുണ്ട്. എന്താ ചെയ്യേണ്ടത് നോക്കൂ. ടേക്ക് സം ഡ്രൈഡ് ക്ലംസ് ഓഫ് സോയിൽ. എന്താ പറഞ്ഞിരിക്കുന്നത്? കുറച്ച് ഉണങ്ങിയ മണ്ണ് എടുക്കാൻ പറഞ്ഞിരിക്കുകയാണ്. ടേക്ക് സം വാട്ടർ ഇൻ എ ഗ്ലാസ് ആൻഡ് പുട്ട് ദ സോയിൽ ക്ലംസ് ഇൻ ഇറ്റ്. എന്ത് ചെയ്യുക? എന്നിട്ട് ഒരു ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് ഈ സോയിൽ ക്ലംസിലെ ഈ ഉണങ്ങിയ മണ്ണ് അതിലോട്ട് ഇടാൻ പറഞ്ഞിരിക്കുകയാണ്. വാട്ട് ഈസ് ഹാപ്പനിങ്? Write the findings in your environmental science diary. Share the findings with your friends. എന്താണ് ഇപ്പോൾ സംഭവിക്കുന്നത്? അത് നിങ്ങൾ കണ്ടെത്തിയിട്ട് അതിൻ്റെ ഫൈൻഡിങ്സ്, അത് കണ്ടെത്തലുകളില്ലേ, എൻവയോൺമെൻറ്റൽ സയൻസ് ഡയറിയിൽ എഴുതാനും അതുപോലെ തന്നെ അത് നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ് ആ കണ്ടെത്തിയ കാര്യം. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയുക എന്താണെന്ന് വെച്ചാൽ വി വിൽ ഫൈൻഡ് സ്മോൾ ബബിൾസ് കെയിം ഔട്ട് ഫ്രം ദ ഹോൾസ് ഓഫ് ഡ്രൈഡ് ക്ലംസ് ഓഫ് സോയിൽ. ഇറ്റ് മീൻസ് ദാറ്റ് ദർ ഈസ് എയർ ഇൻ ദ സോയിൽ.
നമുക്ക് എന്താ കാണാൻ പറ്റുമെന്ന് വെച്ചാൽ ഈ മൺകട്ടയിൽ നിന്ന് ചെറിയ ചെറിയ ബബിൾസ് പുറത്തേക്ക് വരുന്നത് കാണാൻ പറ്റും. അതിൻ്റെ അർത്ഥം എന്താണ്? സോയിലിൽ എയർ ഉണ്ട് എന്നാണ്. നെക്സ്റ്റ്, വാട്ടർ ഇൻ ദ സോയിൽ. നമ്മളിപ്പോൾ സോയിലിൽ എയർ ഉണ്ടെന്ന് കണ്ടു, ഇനി വെള്ളം ഉണ്ടോ നോക്കുകയാണ്. അതർ ട്രേസസ് ഓഫ് വാട്ടർ ഇൻ ദ സോയിൽ, അതായത് മണ്ണിൽ വെള്ളത്തിൻ്റെ അടയാളങ്ങളുണ്ടോ എന്ന് ചോദിച്ചിരിക്കുകയാണ്. ഹൗ ക്യാൻ വി ഫൈൻഡ് ഔട്ട്? നമുക്ക് എങ്ങനെ കണ്ടെത്താൻ കഴിയും? കളക്ട് ദ സോയിൽ ഫ്രം ദ ബയോഡൈവേഴ്സിറ്റി ഗാർഡൻ ആൻഡ് പ്ലേസ് ഇറ്റ് ഇൻസൈഡ് എ ട്രാൻസ്പാരൻറ്റ് ബോട്ടിൽ. അതായത് ബയോഡൈവേഴ്സിറ്റി ഗാർഡനിൽ നിന്ന് കുറച്ച് മണ്ണ് കളക്ട് ചെയ്യുക, എന്നിട്ട് അതൊരു ട്രാൻസ്പാരൻറ്റ് ബോട്ടിലിൽ വയ്ക്കുക. ട്രാൻസ്പാരൻറ്റ് ബോട്ടിൽ എന്ന് പറഞ്ഞാൽ ഉള്ളിലത്തെ എല്ലാം പുറത്തേക്ക് കാണുന്ന രീതിയിലുള്ള ബോട്ടിൽ. ഓക്കെ, ദെൻ ക്ലോസ് ദ ബോട്ടിൽ ആൻഡ് പ്ലേസ് ഇറ്റ് ഇൻ സൺലൈറ്റ്. എന്നിട്ട് നന്നായിട്ട് ബോട്ടിൽ അടച്ചിട്ട് അത് സൂര്യപ്രകാശമുള്ള സ്ഥലത്ത് കൊണ്ടേ വെക്കുക. എക്സാമിൻ ഇറ്റ് ആഫ്റ്റർ 10 minutes, അതായത് 10 മിനിറ്റിന് ശേഷം അതൊന്ന് പരിശോധിക്കുക. വാട്ട് ചേഞ്ചസ് ഡിഡ് യു ഫൈൻഡ്? എന്ത് മാറ്റങ്ങളാണ് നിങ്ങൾ കണ്ടത്? വാട്ട് ഈസ് സീൻ ഓൺ ദ സൈഡ്സ് ഓഫ് ദ ബോട്ടിൽ? എന്താണ് ബോട്ടിലിൻ്റെ സൈഡിലൊക്കെ നിങ്ങൾ കണ്ടത്? ഹൗ ഡിഡ് ഇറ്റ് ഹാപ്പൻ? ഇതെങ്ങനെയാണ് സംഭവിച്ചത്? പ്രിപ്പയർ ആൻ ഒബ്സർവേഷൻ നോട്ട്. ഒരു നിരീക്ഷണ കുറിപ്പ് തയ്യാറാക്കാൻ പറഞ്ഞിരിക്കുകയാണ്. എന്തായിരിക്കും കാണുന്നുണ്ടാവുക? വി ക്യാൻ സീ സ്മോൾ ഡ്രോപ്സ് ഓഫ് വാട്ടർ ഓൺ ദ സൈഡ്സ് ഓഫ് ദ ബോട്ടിൽ. അപ്പോൾ എന്താണ് കാണാൻ പറ്റുക? നമുക്ക് വെള്ളത്തിൻ്റെ ചെറിയ ചെറിയ തുള്ളികൾ ബോട്ടിലിൻ്റെ സൈഡിലൊക്കെ പറ്റിപ്പിടിച്ചതായിട്ട് കാണാൻ പറ്റും. ഇറ്റ് ഹാപ്പൻസ് വെൻ ദ സോയിൽ ഇൻ ദ ബോട്ടിൽ ബിക്കെയിം ഹോട്ട്, ദെൻ ദ വാട്ടർ ഇൻ ദ സോയിൽ കെയിം ഔട്ട് ആസ് വേപ്പർ. ഇതെങ്ങനെയെന്ന് വെച്ചാൽ നമ്മുടെ ബോട്ടിലുള്ള മണ്ണ് ചൂടാവുമ്പോൾ മണ്ണിലുള്ള വെള്ളം നീരാവിയായിട്ട് പുറത്തേക്ക് വരുന്നതാണ്. ബയോമാസ് ഇൻ ദ സോയിൽ എന്താണ്? മണ്ണിൽ ബയോമാസ് ഉണ്ടോ എന്ന് നോക്കുകയാണ് അല്ലേ? അതിനുള്ളൊരു എക്സ്പെരിമെൻ്റ് ആണ്. എന്താണ് ഈ ബയോമാസ്? ബയോമാസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇൻക്ലൂഡ്സ് ഡ്രൈഡ് ലീവ്സ്, പാർട്സ് ഓഫ് സ്റ്റെം, റിമെയിൻസ് ഓഫ് ക്രീച്ചേഴ്സ് എക്സെട്ര. എന്തൊക്കെയുണ്ടാവുക ബയോമാസ് എന്ന് പറഞ്ഞാൽ? ഉണങ്ങിയ ഇലകൾ, തണ്ടിൻ്റെ ഭാഗങ്ങൾ, പിന്നെ കുറേ ക്രീച്ചേഴ്സിൻ്റെ, ജീവികളുടെ അവശിഷ്ടങ്ങൾ, ഇതൊക്കെ ചേർന്നതിനെ നമ്മൾ എന്തെന്ന് പറയുക? ബയോമാസ് എന്ന് പറയാം. ബയോമാസ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ ജൈവാംശം എന്നാണ് കേട്ടോ. പ്ലാന്റ്സ് ഗ്രോ അബൻഡൻ്റ്ലി ഇൻ സോയിൽ റിച്ച് വിത്ത് മോർ ബയോമാസ്. ബയോമാസ് കൂടുതലുള്ള മണ്ണിൽ പ്ലാന്റ്സ് നന്നായിട്ട് വളരും. സോയിൽ വിത്ത് ബയോമാസ് ഈസ് എ ഫുഡ് ഓഫ് എർത്ത് വോംസ്. മണ്ണിലയുടെ ഭക്ഷണം എന്ന് പറയുന്നത് ജൈവാംശമുള്ള മണ്ണാണ്. അപ്പോൾ എന്താണ് ബയോമാസ് എന്ന് കണ്ടല്ലോ. നമ്മൾ ഇവിടെ നോക്കുന്നത് എന്താ? സോയിലിൽ എയർ ഉണ്ടോ, വാട്ടർ ഉണ്ടോ, ഫുഡ് ഉണ്ടോ എന്നൊക്കെ നോക്കുകയാണല്ലേ. അപ്പോൾ ബയോമാസ് ഉണ്ടോ നോക്കുകയാണ്. ഫുഡ് എന്ന് തന്നെയാണല്ലേ. എർത്ത് വോംസിൻ്റെ ഫുഡ് എന്ന് പറയുന്നത് എന്താണ്? സോയിൽ വിത്ത് ബയോമാസ് ആണല്ലേ. ദെൻ എന്താ എക്സ്പെരിമെൻ്റ് നോക്കൂ. ഫിൽ ഹാഫ് ഓഫ് എ ഗ്ലാസ് വിത്ത് ദ സോയിൽ ഫ്രം ദ ബയോഡൈവേഴ്സിറ്റി ഗാർഡൻ. pour water into this and mix well. What can you see? Prepare an experiment note. അതായത് നിങ്ങൾ എന്ത് ചെയ്യുക? ബയോഡൈവേഴ്സിറ്റി ഗാർഡനിൽ നിന്നുള്ള കുറച്ച് മണ്ണ് ഒരു ഗ്ലാസിൻ്റെ പകുതി ഫില്ല് ചെയ്യുക, എന്നിട്ട് അതിലോട്ട് വെള്ളം ഒഴിക്കുക, എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് കാണാൻ കഴിയുന്നത് അത് നിങ്ങളുടെ എക്സ്പെരിമെൻ്റ് നോട്ടായിട്ട് എഴുതാൻ പറഞ്ഞിരിക്കുകയാണ്. We can see particles like dried leaves, parts of stem, remains of creatures, etc. floating over the water, and some other particles will settle at the bottom of the soil. നമുക്ക് എന്താണ് കാണാൻ കഴിയുക? ഉണങ്ങിയ ഇലകൾ, അതുപോലെ തന്നെ സ്റ്റെമ്മിൻ്റെ പാർട്സ്, അതുപോലെ തന്നെ ജീവികളുടെ അവശിഷ്ടങ്ങളെല്ലാം പൊങ്ങിക്കിടക്കുന്നത് കാണാം. അതുപോലെ തന്നെ ചില പാർട്ടിക്കിൾസ് എല്ലാം മണ്ണിൻ്റെ അടിയിൽ അടിഞ്ഞു കൂടിയിരിക്കുന്നതും കാണാം. Where is the soil with more biomass in your home surroundings? Find out. അതായത് നിങ്ങളുടെ വീടിൻ്റെ ചുറ്റുപാടുമുള്ള എവിടുത്തെ മണ്ണിനാണ് കൂടുതൽ ജൈവാംശം ഉള്ളത് എന്ന് ചോദിച്ചിരിക്കുകയാണ്. അത് കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ട്. We can find more biomass in the soil in gardens, compost piles and under trees. പൂന്തോട്ടത്തിലും കമ്പോസ്റ്റ് കുഴികളിലും അതുപോലെ തന്നെ മരത്തിൻ്റെ അടിയിലുള്ള മണ്ണിനാണ് കൂടുതൽ ജൈവാംശം കണ്ടെത്താൻ കഴിയുക.
There are lakhs of creatures within and outside the soil. അതായത് മണ്ണിൻ്റെ ഉള്ളിലും മണ്ണിൻ്റെ പുറത്തുമായിട്ട് ലക്ഷക്കണക്കിന് ക്രീച്ചേഴ്സ് ഉണ്ട്. പ്ലാന്റ്സ് ഗ്രോ ബൈ അബ്സോർബിങ് വാട്ടർ ആൻഡ് മിനറൽസ് ഫ്രം ദ സോയിൽ. മണ്ണിൽ നിന്നുള്ള വെള്ളവും മിനറൽസും ഒക്കെ വലിച്ചെടുത്തിട്ടാണ് പ്ലാന്റ്സ് വളരുന്നത്. ക്രീച്ചേഴ്സ് ഇൻക്ലൂഡിങ് ഹ്യൂമൻ ബീയിങ്സ് ഡിപ്പെൻഡ് ഓൺ ദ സോയിൽ ഫോർ മെനി പർപ്പസസ്. അതായത് മനുഷ്യരടക്കമുള്ള ജീവികൾ മണ്ണിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് അല്ലേ, വിവിധ ആവശ്യങ്ങൾക്കായിട്ട്. അതൊക്കെ നമ്മൾ കണ്ടതാണല്ലേ, സോയിൽ പഠിക്കുന്ന സമയത്ത് കണ്ടതല്ലേ. ദെൻ വി ക്യാൻ സർവൈവ് ഓൺലി ബൈ പ്രൊട്ടക്റ്റിംഗ് ദ സോയിൽ ഫ്രം പൊല്യൂഷൻ ആൻഡ് പ്രിസർവിങ് ഇറ്റ് ഫ്രം ലോസ് ഓഫ് ഫെർട്ടിലിറ്റി. മണ്ണിനെ മലിനീകരണത്തിൽ നിന്ന് സംരക്ഷിച്ചിട്ട് മാത്രമാണ് നമുക്ക് അതിജീവിക്കാൻ സാധിക്കുള്ളൂ. ലെറ്റ് us assess complete the concept map. Components in the soil, creatures in the soil, uses of water, water sources. ഇതൊക്കെ എഴുതാൻ പറഞ്ഞിരിക്കുകയാണ്. കമ്പോണൻസ് ഇൻ ദ സോയിൽ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? സോയിലിൽ എന്തൊക്കെ ഘടകങ്ങളാണ് ഉള്ളത്? വാട്ടർ ഉണ്ട്, എയർ ഉണ്ട്, ബയോമാസ് ഉണ്ട്, ക്രീച്ചേഴ്സ് ഉണ്ട്, പ്ലാന്റ്സ് ഉണ്ട് എന്നൊക്കെ എഴുതാം. ദെൻ ക്രീച്ചേഴ്സ് ഇൻ ദ സോയിൽ എന്ന് പറഞ്ഞാൽ ഏതൊക്കെ ക്രീച്ചേഴ്സാണ് സോയിലുള്ളത്? ആൻസ്, ടെർമൈറ്റ്സ്, എർത്ത് വോമർ, സെൻറ്റിപ്പെഡ്, മില്ലിപ്പെഡ്. അടുത്തത് യൂസസ് ഓഫ് വാട്ടർ ആണ് ചോദിച്ചിരിക്കുന്നത്. എന്തിനൊക്കെ നമ്മൾ വാട്ടർ യൂസ് ചെയ്യാം? നമ്മളിതൊക്കെ കവർ ചെയ്ത് തന്നെയാണ്, നിങ്ങൾക്ക് എഴുതാവുന്നതേ ഉള്ളൂ. എന്തിനൊക്കെയാണ്? ഫോർ ഡ്രിങ്കിങ്, ഫോർ ബാത്തിങ്, ഫോർ വാഷിംഗ് ക്ലോത്ത്സ്, ഫോർ ഫാമിംഗ്, ഫോർ ക്ലീനിങ്, അങ്ങനെയൊക്കെ എഴുതാം. ദെൻ വാട്ടർ സോഴ്സസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഏതൊക്കെ വാട്ടർ സോഴ്സസ് അറിയാം നിങ്ങൾക്ക്? റെയിൻ വാട്ടർ ഉണ്ട്, പോൺസ്, റിവേഴ്സ്, ലേക്സ്, സ്ട്രീംസ് എന്നൊക്കെ എഴുതാം കേട്ടോ. കുട്ടൻ ആൻഡ് ഹിസ് ഫ്രണ്ട്സ് റീച്ച് ദ റിവർ സൈഡ് ടു പ്ലേ. കുട്ടനും കുട്ടൻ്റെ ഫ്രണ്ട്സും പുഴത്തീരത്തേക്ക് കളിക്കാനായിട്ട് എത്തി. ദേ ത്രൂ ദ സ്വീറ്റ് wrappers into the water. എ ഫിഷ് ഫ്രം ദ റിവർ ടോൾഡ് ദം. അവർ മുട്ടായി കവറുകൾ റിവറിലോട്ട് എറിഞ്ഞു. എ ഫിഷ് ഫ്രം ദ വാട്ടർ ടോൾഡ് ദം. ഒരു ഫിഷ്, റിവറിലുള്ള ഒരു ഫിഷ് വന്നിട്ട് അവരോട് പറയുകയാണ്. എന്താ പറയണം നോക്കൂ. ദ റിവർ ഈസ് ഇമ്പോർട്ടൻറ്റ് ടു us ജസ്റ്റ് ആസ് യുവർ ഹോം ടു യു. നിങ്ങൾക്ക് നിങ്ങളുടെ വീട് എങ്ങനെയാണോ അത്രയും അതുപോലെ തന്നെ പ്രാധാന്യമാണ് ഞങ്ങൾക്ക് ഈ റിവർ എന്ന് പറയുകയാണ് അല്ലേ. ഡു യു അഗ്രീഡ് വിത്ത് ദിസ് ഒപ്പീനിയൻ? വൈ? വാട്ട് ഷുഡ് വി ഡു ടു പ്രൊട്ടക്ട് ദ വാട്ടർ സോഴ്സസ്? നമ്മൾ എന്തൊക്കെ ചെയ്യണം വാട്ടർ സോഴ്സസ് പ്രൊട്ടക്റ്റ് ചെയ്യാമെന്ന് ചോദിച്ചിരിക്കുകയാണ്. നിങ്ങൾ ഫിഷിൻ്റെ അഭിപ്രായത്തിൽ യോജിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചിരിക്കുകയാണ്. എന്തുകൊണ്ട് എന്ന് ചോദിച്ചിട്ടുണ്ട്. നമ്മൾ വാട്ടർ സോഴ്സസ് സംരക്ഷിക്കാനായിട്ട് എന്തെല്ലാം ചെയ്യണം എന്നും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ യോജിക്കുന്നുണ്ടല്ലോ. യെസ്, ഐ അഗ്രി വിത്ത് ദ ഫിഷ് ഒപ്പീനിയൻ because water is a home for many living creatures like fish, plants and other animals. അതായത് ഫിഷ്, പ്ലാന്റ്സ് അതുപോലെ തന്നെ കുറേ അനിമൽസിന് വാട്ടർ എന്ന് പറയുന്നത് ഒരു വാസസ്ഥലമാണ്. ദെൻ പൊല്യൂട്ടിംഗ് വാട്ടർ ഹാംസ് ദീസ് ക്രീച്ചേഴ്സ്. വെള്ളം മലിനമാക്കുന്നതിലൂടെ ജീവികൾക്ക് നമ്മൾ ദോഷം വരുത്തുന്നു. വാട്ടർ സോഴ്സസ് സംരക്ഷിക്കാനായിട്ട് എന്തെല്ലാം ചെയ്യണം എന്നുള്ളതൊക്കെ നമ്മൾ യൂണിറ്റ് എടുക്കുന്ന സമയത്ത് നമ്മൾ ഡിസ്കസ് ചെയ്താണ്. ജസ്റ്റ് പറഞ്ഞു പോവാം. എന്തൊക്കെയാണ്? ഡോണ്ട് ത്രോ വേസ്റ്റ് ഇൻ വാട്ടർ ബോഡീസ്, ഡോണ്ട് വാഷ് വെഹിക്കിൾസ് ഇൻ റിവേഴ്സ്, പോൺസ് എക്സെട്ര, ഡോണ്ട് വാഷ് അനിമൽസ് ഇൻ റിവേഴ്സ്, പോൺസ് എക്സെട്ര. Then don't allow to flow factory waste into rivers, ponds, etc. Keep your water bodies neat and clean. ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.